ഞാൻ മരിയ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ്. കഥാന്ത്യത്തിൽ കലഹരംഗം. കോഴയുടെ കഥാന്ത്യത്തിൽ മാണിയും ജോർജും തമ്മിൽ വാക്കേറ്റം. പരസ്യ വെല്ലുവിളി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ. മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ മാണി പറ്റിച്ചെന്ന് ജോർജ്. താൻ രാജിവെക്കണമെന്ന് പറയാൻ ജോർജ് ആരെന്ന് മാണി. ആരോപണം ഉയർന്നയുടൻ മാണി മാറി നിൽക്കണമായിരുന്നുവെന്ന് യോഗത്തിൽ അഭിപ്രായം. വാദമുഖം ജോർജ് അനുകൂലി TS ജോണിൽ നിന്ന്. മാറാൻ മാണി മടി കാണിച്ചെങ്കിൽ മറ്റെല്ലാവരും മാറി നിൽക്കണമായിരുന്നുവെന്നും ഉന്നതാധികാര സമിതി. മാപ്പും വിലക്കും ഒരു വഴി, വെല്ലുവിളി മറുവഴി. പിള്ളയ്ക്കും ജോർജിനും UDFന്റെ താത്കാലിക മാപ്പ്. അനുസരിക്കാൻ ഉറച്ച ജോർജ്. ഉപദേശികൾ തിരുത്തട്ടെ എന്ന് ബാലകൃഷ്ണപിള്ള. കോഴക്കാര്യത്തിൽ മുന്നണി മര്യാദകൾ ലംഘിച്ച പിള്ളയ്ക്കും PC ജോർജിനും തെറ്റുതിരുത്തി UDFൽ തുടരാം. പൊതുവികാരം ഉൾക്കൊള്ളാൻ ജോർജിന് സമ്മതം. അഴിമതി കണ്ടാൽ അടങ്ങില്ലെന്ന് പിള്ള വീണ്ടും. അടങ്ങാത്ത പിള്ളയ്ക്ക് പുറത്തേക്കുള്ള വഴി കൂടുതൽ തെളിയുന്നു. തീരുമാനം അടുത്ത UDFൽ. അണിയറയിൽ ആക്ഷൻ ഒരുക്കം. മാവോയിസ്റ്റുകൾക്ക് ഇന്നു മുതൽ ആക്ഷൻ ദിനങ്ങൾ. സംഘടനയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ആക്രമണ സാധ്യതയെന്ന് ഇന്റലിജൻസ്. ഇന്നു മുതൽ 3 ദിവസം കനത്ത ജാഗ്രത. സംസ്ഥാനത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ തൃശൂരും കണ്ണൂരും കേന്ദ്രീകരിച്ച്. കേരളത്തിൽ 1000-ലധികം പോരാളികൾ അണ്ടർഗ്രൗണ്ട് കേഡർമാരായി ഉണ്ടെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. വർഷങ്ങളായി ഒളിവിലുള്ള പ്രമുഖ നക്സൽ നേതാക്കൾ ആക്ഷൻ ദിനങ്ങളിൽ പുറത്തിറങ്ങുമെന്നും മുന്നറിയിപ്പ്. രക്ഷയുടെ വഴി തേടി തരൂർ. സുനന്ദ കേസിൽ ആത്മഹത്യാ വാദവുമായി വീണ്ടും തരൂർ. കൊലപാതകമെന്ന് തെളിയിക്കേണ്ടത് പോലീസ് എന്നും ശശി തരൂർ. കൊലക്കേസിൽ തരൂരിനെയും സുനന്ദയുടെ മകൻ ശിവമേനോനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ഡൽഹി പോലീസ്. സംശയങ്ങൾ നീളുന്നത് IPL ഇടപാടുകളിലേക്ക്. കൊല നടത്തിയത് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തടയാനെന്ന നിഗമനം. കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.